ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചൂട് കാലത്തും നോമ്പ് കാലത്തുമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കസ്റ്റർഡ് ഫ്രൂട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തത്. ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. തിളക്കേണ്ട ആവശ്യമില്ല, ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു കപ്പിൽ അല്പം കസ്റ്റർഡ് പൗഡർ ഇതേപോലെ എടുത്ത് പാലിൽ ഒന്ന് മിക്സ് ആക്കേണ്ടതുണ്ട്. എന്നിട്ട് ചൂടാക്കി വരുന്ന ഈ പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈയെടുക്കാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഇത് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം, കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഇനി നമുക്ക് നന്നാക്കി ഒന്ന് കുറുകിയെടുക്കേണ്ടതുണ്ട്. ഇതേപോലെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് ആവശ്യം. ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 തരത്തിലുള്ള ഫ്രൂട്ടാണ് ഞാൻ ഇവിടെ അതിനായിട്ട് എടുത്തത്. നല്ല മധുരമുള്ള കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും, ഒരു ചെറുപഴം, അനാറ്, ആപ്പിൾ എന്നിങ്ങനെയാണ് ഞാനിവിടെ ഫ്രൂട്ടായിട്ട് എടുത്തത്. നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റിവെച്ച കസ്റ്റർഡ് ഇതുപോലെ എടുത്തുകൊണ്ട് നമുക്ക് ഫ്രൂട്ട്സുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് ഇതിനായിട്ട് ആവശ്യം. പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഉണ്ട്. ഞാനിവിടെ വെറും 6 ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു അടിപൊളി കസ്റ്റർഡ് ഫ്രൂട്ടാണിത്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക.